ഞാൻ ഭ്രമണം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അത് കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്തൊരു കുട്ടിയുണ്ട്. അപ്പം എനിക്ക് വന്നൊരു മെസ്സേജാണ്. അപ്പം സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അജൂക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ സീരിയൽ കാണാൻ തുടങ്ങിയത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ വെറുക്കുന്നു. കാരണം എനിക്ക് നിങ്ങളുടെ അതിനകത്തെ ക്യാരക്ടർ ഒരു വൃത്തിയായിട്ട ക്യാരക്ടറാണ്, എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അൺഫോളോ ചെയ്തു തന്നു. ആ കൊള്ളാലോ സംഭവം. അത് അങ്ങനെ ഒരു സംഭവം, അത് നെഗറ്റീവാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നി കാണും. അതായിരിക്കും, അത് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൂവൽ സ്പർശ ഏഷ്യാനെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു പോസിറ്റീവ് ഒരു ഹീറോ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നീട് ആ സീരിയൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു? അതില് കൊച്ചു ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? പുറത്തിറങ്ങിയാലും ആദ്യം മറ്റേ ഡോക്ടറിലെ എന്തൊക്കെ സുഖമാണെന്ന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. അതിപ്പം പുറത്തിപ്പം ഒരു സീരിയൽ ചെയ്ത സമയത്തും 4 പേരുടെ മുമ്പിൽ പോയിട്ട് ആള് നോക്കുന്നുണ്ടോ, ഇവരെ നോക്കുന്നുണ്ടോ എന്നൊക്കെ, കാരണം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് ചിലരിങ്ങനെ നോക്കിച്ചിരിക്കുമ്പോ അറിയാം, ശരി ഓക്കെ, ആ ഒരു രീതിയിൽ നിൽക്കും. ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ എല്ലാരും കാണുമ്പോൾ ചിരിക്കുമ്പോൾ സന്തോഷം. പിന്നെ പലർക്കും അറിയായിരിക്കും. ഇപ്പൊ അറിയാവുന്ന എഴുതിയിട്ട് എല്ലാരും വന്ന് ചിലപ്പോൾ മിണ്ടണമെന്നില്ല. ഇപ്പം നമ്മളാണേലും ഇപ്പം അവർക്ക് മിണ്ടാനൊരു മടി കൊണ്ടായിരിക്കാം. മിണ്ടുന്നവരും ഉണ്ട്, മിണ്ടാത്തവരും ഉണ്ട്. സീരിയൽ ചെയ്തതിന് ശേഷം പിന്നെ ഫിലിമിലേക്ക് ഓഫർ വരും അല്ലെങ്കിൽ? ഓഫർ എങ്ങനെ, ഞാൻ സത്യം പറഞ്ഞാൽ റോൾ ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചോദിക്കാനൊരു മടിയാണ്. ഇനി എന്തായാലും ചോദിക്കണം, കാരണം ചോദിച്ചാലേ കിട്ടുള്ളൂ. മമ്മൂക്ക വരെ പറഞ്ഞിട്ടുണ്ട് റോഡ് ചോദിച്ച് മേടിച്ച് അഭിനയിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്തോണ്ടായിരിക്കും. സീരിയൽ എങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങിയ? മീൻസ് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് വേണ്ട സിനിമ നോക്കാം? അങ്ങനല്ല, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സിനിമ മാത്രമാണ് ഞാൻ ചിലപ്പോൾ നോക്കി നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഭാവി എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പം ഒരുപാട് പേര് സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്, കയറാൻ നോക്കി നിൽക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല, ഒരു മേഖലയല്ല. ഒരു ഭാഗ്യം ഉണ്ടാവും, ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു നിമിത്തമൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പം എന്തായാലും ഞാൻ കയറും, സിനിമ എന്തായാലും ചെയ്യും, 100% ഉറപ്പാണ്. പക്ഷേ അത് മാത്രം ചെയ്യുമെന്ന് നോക്കിയിരുന്നിട്ട് സീരിയൽ ചെയ്തില്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും. കാരണം ചിലപ്പോൾ ആകെ വേറെ ജോബൊന്നും ഇപ്പം ചെയ്യുന്നില്ല, ഇപ്പം സീരിയൽ അഭിനയം മാത്രമാണ്. അപ്പം ഇതില്ലാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ചിലപ്പോൾ തേടി പോകാം, ഒന്നും അറിയില്ല. അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അഭിനയിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൾക്കാരെ അറിയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. പാട്ടൊക്കെ എങ്ങനെയാണ്? മീൻസ് ഇപ്പോൾ മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഷോർട്ട് ഫിലിംസ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ കട്ടപ്പനയിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് 2014 എനിക്ക് പാട്ടുകാരനാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പാട്ടൊന്നും അധികം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പക്ഷെ അങ്ങനെയല്ല, ഞാൻ വലിയ പാട്ടുകാരൻ എന്നല്ല. പക്ഷെ എനിക്ക് ഒരു ലിമിറ്റഡ് ഗായകനാണ് ഞാൻ. കാരണം എല്ലാ പാട്ടും എന്നെ കൊണ്ട് സംഗതികളുള്ള പാട്ടൊന്നും പറ്റൂല. ഞാൻ എഴുതുന്ന ചില സോങ്സ് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ പാടും. പിന്നെ ഗാനമേളകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ അത്യാവശ്യം അറിയുന്ന കുറച്ച് ഹിന്ദി പാട്ട് ഒരു 3 പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ആര് ഷോയ്ക്ക് വിളിച്ചാലും ഞാൻ അവിടെ പോയി പാടും. അപ്പോൾ ഞാൻ മഴവിൽ മനോരമയുടെ ഒരു ഷോയ്ക്ക് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഏഷ്യാനെറ്റിൽ തന്നെ 2-3 ഷോയിൽ ഞാൻ കുറച്ച് സോങ്സ് പാടിയിട്ടുണ്ട്. അത് അറിയുന്ന ആ പാട്ട് ഇപ്പം ആരെവിടെ പറഞ്ഞാലും പാടും, അങ്ങനെയുള്ളത്. പിന്നെ ഞാൻ എഴുതിയ പാട്ടുകളാണ് കൂടുതൽ പാടാറ്. പാട്ടുകൾ സ്വയം തന്നെ എഴുതിയിട്ട് തന്നെ കമ്പോസ് ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ആയപ്പോൾ പിന്നെ പാട്ട് പിന്നെ ഇങ്ങനെ സൈഡിൽ മാറ്റി വെച്ച് അഭിനയം എന്ന ഇതാണ് നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇടയ്ക്ക് പാടും. ഞാൻ ഇടയ്ക്ക് ഒരു ആദ്യരാത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു തമിഴ് സോങ് ഞാൻ ഇതുപോലെ പാടി വെച്ചിട്ടുണ്ട്. ഇനി അതുടനെ റിലീസ് ചെയ്യണം. എന്തായാലും ഇപ്പം പാട്ട് പാടുന്ന പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പാടാണ്ട് വിടാൻ പറ്റില്ലല്ലോ. പാട്ട് പാടാം, ഞാൻ തന്നെ എഴുതി മ്യൂസിക് ചെയ്തൊരു പാടിയ പാട്ടാണ്, അത് പാടാം. മൊഴികൊണ്ട് പറയാതെ മെഴികൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. മൊഴികൊണ്ട് പറയാതെ മെഴികൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. രാവോടു രാവിലും പറഞ്ഞു തീരില്ല, പേമാരി പെയ്താലും മാഞ്ഞു പോകില്ല പ്രണയത്തിൻ നിർവചനം. ഓ പ്രണയത്തിൻ
പ്രണയത്തിൻ നിർവചനം മൊഴിക്കൊണ്ട് പറയാതെ മെഴിക്കൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. അപ്പം ഈ പ്രണയത്തെ കുറിച്ചുള്ള പാട്ടായതുകൊണ്ട് തന്നെ ചോദിക്കാണ്, എന്താണ് പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നിലവിലുണ്ടോ? പ്രണയിക്കാത്ത മനുഷ്യരാണല്ലോ, എനിക്ക് എല്ലാത്തിനോട് പ്രണയമാണ്. ആണ്. അല്ലാതെ ഒരാളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അങ്ങനല്ല, എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ പ്രണയ സോങ് ആണ് എനിക്ക് കൂടുതൽ, അല്ലേ? എന്തിലൊരു ആണ് പെണ്ണ് പ്രേമം, ഇപ്പൊ സിനിമ എടുത്താലും എല്ലാം അതൊക്കെ തന്നെയാണല്ലോ കൂടുതലും. അപ്പം പാട്ട് പ്രണയം ഒരു ഓളത്തിൽ പോകുന്നതാണ്, കൂടെ ഞാനും പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് കരിയർ പ്ലാൻ, എന്താണ് ഭാവിയിലേക്ക് ഈ ഒരു രീതിയിൽ തന്നെ പോവാണോ? ഈ രീതിയിൽ തന്നെ ആക്ടിങ് ആണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചൊരു മടിയായിട്ട് ഞാൻ വെച്ചിരുന്ന ഒരു സംഭവം ഉണ്ട്, എഴുത്ത്. അതൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഒന്നുകൂടെ ഒന്ന് ഒരു സിനിമ ഒക്കെ ചെയ്യണം എന്തായാലും. അത് തന്നെയാണ് ആഗ്രഹം. അതിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ? മീൻസ് ഇപ്പൊ കുറച്ച് മടിയാണ്, അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മടി. കാരണം ഇടയ്ക്ക് ഇപ്പൊ വർക്കിന് പോകുമ്പോൾ, ഇപ്പൊ ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു സംഭവം നമ്മുടെ പോകും. അപ്പോൾ പിന്നെ ബാക്കി ദിവസം ഫ്രീ കിട്ടുന്ന സമയത്ത് എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ചെയ്യാം എന്നാണ് കരുതുന്നത്. പിന്നെയും ഷൂട്ട് തുടങ്ങുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ എഴുതാൻ പറ്റാറില്ല. എന്തായാലും എഴുതണം, ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാറുണ്ട്. അത് പിന്നെ എൻ്റെ അജൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ തന്നെയാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിൽ ചില ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആഗ്രഹം കൊണ്ട് കയറ്റിയിടുന്നു, അത്രേ ഉള്ളൂ. കണ്ടന്റുകളൊക്കെ അജു തന്നെയാണോ ചെയ്യുന്നതൊക്കെ? കണ്ടന്റുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയാം, എനിക്ക് തോന്നുന്നു നല്ലൊരു റീച്ച് പോയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു തോന്നുന്നു, അല്ലേ? അതെ, ആദ്യരാത്രി അതൊരു 2.5 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നല്ല കുറേ കമന്റ്സ്, നല്ല കമന്റ്സ്. എന്തായാലും കുറെ പേരൊക്കെ കണ്ടു കാണും. എന്തായാലും താങ്ക് യു. അത് എങ്ങനെയാണ്, അജുക്ക് തന്നെയാണോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്? അത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നു, കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു സ്റ്റോറി. അപ്പം ആ സ്റ്റോറി എനിക്കൊന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ഡയറക്ഷൻ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, എങ്കിലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു സംഭവം ഞാൻ തന്നെ ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ ക്യാമറ വിപിൻ പീതാംബരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ചെയ്തത്. അപ്പോൾ ബാക്കി അവനും കുറേ ഹെൽപ്പ് ചെയ്ത് ബാക്കി ഷോട്ട് നമ്മളെ ഒരു സംഭവം തന്നെ എല്ലാം അടിപൊളിയാക്കി സംഭവമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സീരിയൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സീരിയലിൽ ഇപ്പം പുതിയ ഫസ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കോ ആർട്ടിസ്റ്റുകളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും? മീൻസ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് ആണോ? ആ ഒരു ഫീൽഡ് എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ വർക്ക് ചെയ്യാൻ? ആദ്യം തൊട്ടേ ഇപ്പോൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം കംഫർട്ടബിൾ ആണ്. എല്ലാവരും അവർക്കും നമ്മൾ കംഫർട്ടബിൾ ആകണം, അവർ നമുക്കും ആകണം. അപ്പോൾ സീരിയൽ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഫീൽ ഉണ്ടാകുന്നത്? മീൻസ് നിങ്ങൾക്ക് ഡെയിലി വർക്ക്, മീൻസ് ഷെഡ്യൂൾ ഒക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഷൂട്ട് വരുമ്പോൾ മനസ്സിലോർക്കും ഒരു ബ്രേക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു ഓർക്കും. പക്ഷെ ബ്രേക്ക് കിട്ടി ചുമ്മാ ഇരിക്കുമ്പോൾ ഓർക്കും ഷൂട്ട് ഉണ്ടായി നല്ലതായിരുന്നു ഓർക്കും. അതൊരു മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ്.